2025 ഓഗസ്റ്റ് 7 ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ദിവസം. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന വൻ വോട്ടർ പട്ടിക ക്രമക്കേടുകളുടെ തെളിവുകൾ രാജ്യത്തിന് മുന്നിൽ വെച്ചപ്പോൾ ഇന്ത്യൻ ജനത അമ്പരന്ന നിമിഷം. തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും തമ്മിലുള്ള അജ്ഞാത ബന്ധം വെളിവാക്കുന്ന കണക്കുകളും ജനാധിപത്യത്തിന് നേരെയുണ്ടായ ആക്രമണവും രാജ്യത്തെ മുഴുവൻ ചർച്ചയിലാഴ്ത്തി. ഒരു പാർട്ടിയുടെ ആസ്ഥാനം പോലെ പെരുമാറുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനും അധികാരത്തിന്റെ ലഹരിയിൽ മുങ്ങിയ BJPയും ചേർന്ന് രാജ്യത്തിന്റെ വോട്ടർ പട്ടികകളെ കീറിമുറിച്ച് എഴുതിയ കഥ. എന്നാൽ ഈ സത്യാവസ്ഥ മാസങ്ങൾക്ക് മുൻപേ തിരിച്ചറിഞ്ഞ് തെളിവുകൾ ശേഖരിച്ച് ദേശീയ തലത്തിൽ മുന്നോട്ട് വന്ന ആദ്യ ശബ്ദം മറ്റാരുടേതുമല്ല, മഹാരാഷ്ട്രയുടെ AICC ചുമതലയുള്ള നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു. തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ വോട്ടിംഗ് ശതമാനത്തിലെ അപ്രതീക്ഷിത വർധനവ് BJPക്ക് അനുകൂലമായി നടന്ന അത്ഭുതകരമായ വോട്ടുകളുടെ ചേർക്കലാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മൗനം യജമാനായ BJPക്ക് വേണ്ടി നിശബ്ദതയിലമർന്ന അടിമ അതരസൂചകമായി കാണിക്കുന്ന വിനയമാണെന്നും മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇന്ത്യയിലെ ജനാധിപത്യ സമൂഹത്തോട് അദ്ദേഹം വിളിച്ചു പറഞ്ഞിരുന്നു. 2024 നവംബർ മഹാരാഷ്ട്രയിലെ വോട്ടിംഗ് ശതമാനം രാത്രിയുടെ മറവിൽ ഒറ്റ നിമിഷം കൊണ്ട് ഉയർന്നപ്പോൾ വോട്ടർ പട്ടികയിലെ സംശയാസ്പദമായ വർധനവും തെരഞ്ഞെടുപ്പ് ദിനത്തിലെ ശതമാന വ്യത്യാസങ്ങളും BJPക്ക് അനുകൂലമായ വോട്ടിംഗ് ട്രെൻഡുകളാക്കിയെടുക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൃത്യമായ അജണ്ടകൾ മഹാരാഷ്ട്രയിൽ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു നീക്കമായിരുന്നുവെന്ന് രാഷ്ട്രീയ ലോകത്തോട് ധൈര്യത്തോടെയും ഉറച്ച നിലപാടോടെയും അദ്ദേഹം വിളിച്ചു പറഞ്ഞിരുന്നു. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ രാജ്യത്തെ ഞെട്ടിച്ചുവെങ്കിൽ ആ പ്രളയത്തിന്റെ ആദ്യ ഇടിമുഴക്കം മുഴക്കിയത് രമേശ് ചെന്നിത്തലയാണ്. ജനാധിപത്യത്തെ സംരക്ഷിക്കാനായി അധികാരത്തിന് മുന്നിൽ പോലും തലകുനിക്കാത്ത ഒരു നേതാവ്, ജനാധിപത്യത്തിന്റെ മുൻനിര പോരാളി, ഉറച്ച ശബ്ദമായ മലയാളി രമേശ് ചെന്നിത്തല. ഒരു രാഷ്ട്രീയ ചുമതല എന്നതിലുപരി ജനാധിപത്യത്തിന്റെ കാവൽക്കാരൻ എന്ന നിലയിൽ അദ്ദേഹം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും. വൈകുന്നേരം 5 മണിവരെ 58.22% വോട്ടിംഗ് ശതമാനം പിറ്റേന്ന് രാവിലെ 66.05% അതായത് 76 ലക്ഷത്തിലധികം വോട്ടുകളുടെ അപ്രതീക്ഷിത വർധനവ്. വൻ തിരക്കേറിയ നീണ്ട നിരകളോ നീട്ടിയ വോട്ടിംഗ് സമയവും ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ വർധനവ് BJPക്ക് മാത്രം അനുകൂലമായി നിന്നുവെന്ന് അദ്ദേഹം കൃത്യമായി ചൂണ്ടിക്കാട്ടി. ചെന്നിത്തലയുടെ ആരോപണങ്ങൾ വെറും പ്രസ്താവനകളിൽ അവസാനിച്ചില്ല. 2024 നവംബർ 29 മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ടോൾ, AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് എന്നിവരോടൊപ്പം ചെന്നിത്തല തെരഞ്ഞെടുപ്പ് കമ്മീഷന് മെമ്മോറാണ്ടം സമർപ്പിച്ചിരുന്നു. ഇതിലൂടെ വോട്ടർ പട്ടികയിലെ അനൌചിത്യങ്ങളും ഡിജിറ്റൽ ഡാറ്റയും കൈമാറണമെന്ന ആവശ്യവും വ്യക്തമായി ഉന്നയിച്ചു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യങ്ങൾ തള്ളുകയാണ് ചെയ്തത്. 2025 ജൂൺ 7 ചെന്നിത്തല കൂടുതൽ ശക്തമായി പ്രതികരിച്ചു. മഹാരാഷ്ട്രയുടെ ജനാധിപത്യം തോറ്റതല്ലെന്നും അത് കൊല്ലപ്പെട്ടതാണെന്നും പറഞ്ഞ അദ്ദേഹം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാഡി നേടിയ 30 സീറ്റുകൾക്ക് പിന്നാലെ വെറും 6 മാസത്തിനുള്ളിൽ നിയമസഭയിൽ 288-ൽ 46 സീറ്റിലേക്ക് ചുരുങ്ങിയത് കൃത്യമായ പദ്ധതിയോടെയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം മഹാരാഷ്ട്രയുടെ വോട്ടർമാരുടെ എണ്ണം വെറും 5 മാസത്തിനുള്ളിൽ 92.9 മില്യണിൽ നിന്ന് 97 മില്യണിലേക്ക് ജനസംഖ്യാ കണക്കുകൾ പോലും വെല്ലുന്ന രീതിയിൽ ഉയർന്നതും അദ്ദേഹം ചോദ്യവിധേയമാക്കിയിരുന്നു. 2025 ഓഗസ്റ്റ് 7 പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ വിശദീകരണ യോഗം ചെന്നിത്തലയുടെ ആരോപണങ്ങൾക്ക് ശക്തമായ തെളിവുകൾ നൽകുന്നതായിരുന്നു. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ 1.2 കോടി പുതിയ വോട്ടർമാരെ പട്ടികയിൽ ചേർത്തത് മുൻപ് 5 വർഷം ചേർത്തതിനേക്കാൾ കൂടുതലാണ് ഇതെന്നും BJPക്ക് അനുകൂലമായ രീതിയിലാണെന്ന് ഇതെല്ലാം മാറ്റിയെടുത്തതെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരുന്നു. ഡിജിറ്റൽ വോട്ടർ പട്ടിക നൽകാതിരിക്കുകയും CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്ത തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി രഹസ്യങ്ങൾ മറച്ചുവെക്കാനുള്ള പദ്ധതിയാണെന്ന് അദ്ദേഹം വിമർശിച്ചിരുന്നു. ചെന്നിത്തല രാഹുൽ ഗാന്ധിയുടെ മാച്ച് ഫിക്സിംഗ് മഹാരാഷ്ട്ര എന്ന ലേഖനത്തെ ഭീകര സത്യാവസ്ഥ എന്നും ജനാധിപത്യത്തിന് നേരെയുള്ള ഇത്തരം ക്രമക്കേടുകൾക്ക് അന്വേഷണം ആവശ്യമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനം വെടിയണമെന്നും അദ്ദേഹം എക്സിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ നൽകിക്കൊണ്ട് വ്യക്തമാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരോപണങ്ങൾ നിഷേധിച്ചെങ്കിലും ഡിജിറ്റൽ വോട്ടർ പട്ടിക നൽകാൻ ഇന്നുവരെ തയ്യാറാകാത്തത് വിവാദത്തെ കൂടുതൽ ശക്തമാക്കുന്ന ഒന്നാണ്. ഒരു സംസ്ഥാനത്ത് നടന്ന തെരഞ്ഞെടുപ്പ് ക്രമക്കേടിനെ കുറിച്ച് ആദ്യ ദിനം മുതലേ ജാഗ്രത പുലർത്തി തെളിവുകളോടെ വിഷയത്തെ ദേശീയ തലത്തിലെത്തിച്ച കോൺഗ്രസിന്റെ മുന്നണി പോരാളിയാണ് ചെന്നിത്തല. ജനാധിപത്യത്തിന്റെ ആത്മാവിനെ സംരക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ ധൈര്യവും ദൂരദർശിത്വവും ഇന്നും രാഷ്ട്രീയ ലോകത്തിനൊരു മാതൃകയാണ്. ഇതാദ്യമായല്ല അദ്ദേഹം ജനാധിപത്യ പ്രക്രിയയെ തുരങ്കം വെക്കുന്ന രാഷ്ട്രീയ ശക്തികളെ നേരിടുന്നത്.
2021 വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെ രമേശ് ചെന്നിത്തല പോരാടിയിരുന്നു. കേരളത്തിലെ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ച കാലത്ത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിശ്വാസ്യത ഉറപ്പുവരുത്താൻ രമേശ് ചെന്നിത്തല കാഴ്ചവെച്ച ജാഗ്രതയും ഉറച്ച നിലപാടും മാതൃകാപരമാണ്. വൻതോതിലുള്ള വോട്ടർ പട്ടിക ക്രമക്കേടുകൾ കണ്ടെത്തി അത് പുറത്തു കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. 2021 ജനുവരി 31 കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലായി 4,34,000 ഇരട്ട വോട്ടർമാരുടെ പട്ടിക അദ്ദേഹം www.operationprince.com വെബ്സൈറ്റ് വഴി പുറത്തുവിട്ടത് വലിയ രാഷ്ട്രീയ ചർച്ചയിലേക്ക് നയിച്ചിരുന്നു. ഒരേ ഫോട്ടോ ഉപയോഗിച്ച് വ്യത്യസ്ത പേരുകളും വിലാസങ്ങളും വോട്ടർ ഐഡികളും ഉൾപ്പെടുത്തി വിവിധ മണ്ഡലങ്ങളിൽ രജിസ്റ്റർ ചെയ്തിരുന്ന ഇരട്ട വോട്ടർമാരുടെ വിശദാംശങ്ങൾ സാധാരണ ജനങ്ങളും പാർട്ടി പ്രവർത്തകരും പരിശോധിക്കാൻ തുറന്നുകൊടുത്തിരുന്നു. 2021 മാർച്ച് 19 51 മണ്ഡലങ്ങളിൽ നിന്നുള്ള 1,63,071 വ്യാജ വോട്ടർമാരുടെ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി. ഇതോടെ മൊത്തം കണ്ടെത്തിയ വ്യാജ വോട്ടുകളുടെ എണ്ണം 2,16,510 ആയി. പൊന്നാനി 5,589, കൂട്ടാടി 5,478, നിലമ്പൂർ 5,085, തിരുവനന്തപുരം സെൻട്രൽ 4,871 തുടങ്ങിയ മണ്ഡലങ്ങളിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിഷയത്തിൽ ഇടപെടാൻ അദ്ദേഹം നിർബന്ധിതനാക്കി. ഉദ്യോഗസ്ഥരുടെ കൂട്ടുനിലപാട് കൂടാതെ ഇത്തരമൊരു കൃത്രിമം നടക്കില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ശക്തമായ അഭിപ്രായം. 2021 മാർച്ച് 31 ഹൈക്കോടതി വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച ചെന്നിത്തലയുടെ വാദങ്ങൾ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. മാർച്ച് 23 കോഴിക്കോട് നോർത്തിൽ ഒരേ വ്യക്തിയുടെ ഫോട്ടോ ഉപയോഗിച്ച് വ്യത്യസ്ത പേരുകളിലും വിലാസങ്ങളിലും വ്യാജ എൻട്രികൾ ഉണ്ടാക്കിയിരിക്കുന്നതായി കണ്ടെത്തി. മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോട് പരാതി നൽകിയിരുന്നു. കൂടാതെ വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കൽ, കേന്ദ്രസേന വിന്യസിക്കൽ, പോസ്റ്റൽ വോട്ടുകൾ സുരക്ഷിതമായി സൂക്ഷിക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള ശക്തമായ തെരഞ്ഞെടുപ്പ് സുരക്ഷാ നടപടികൾ അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു. ജനാധിപത്യത്തിന്റെ അടിത്തറ തകർക്കുന്ന ഏതു ശ്രമത്തെയും നേരിടാൻ ധൈര്യത്തോടെ മുന്നോട്ട് വരുന്ന ശബ്ദമാണ് രമേശ് ചെന്നിത്തലയെ പോലുള്ള നേതാക്കളുടേത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നീതിയും വിശ്വാസ്യതയും സംരക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ പോരാട്ടം ഓരോ ഇന്ത്യൻ പൗരന്റെയും ഉത്തരവാദിത്വത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ഇന്നുയർന്ന മുന്നറിയിപ്പുകൾ വെറും രാഷ്ട്രീയ പ്രസംഗങ്ങളല്ല, ജനങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്ന യഥാർത്ഥ വിളംബരങ്ങളാണ്. ജാഗ്രതയും പങ്കാളിത്തവും മാത്രമാണ് ജനാധിപത്യത്തെ ജീവനോടെ നിലനിർത്താനുള്ള ഏക ആയുധം.